കളക്ടർ വന്ന് ഈ ഉറപ്പൊക്കെ നൽകിയെങ്കിലും ഈ പ്രതിഷേധം പൂർണ്ണമായും അവസാനിപ്പിക്കുന്നില്ല. ജനങ്ങൾ ഈ ആവശ്യം പൂർണ്ണമായും അംഗീകരിച്ച് കിട്ടും വരെ ഈ ഉറപ്പൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും പണികളൊക്കെ തുടങ്ങി ഈ പൂർണ്ണമായും ട്രഞ്ചുകളും ഒപ്പം ഫെൻസിങ്ങുകളും പൂർത്തിയാകുന്നതുവരെ ഈ പ്രതിഷേധം തുടരുമെന്നാണ് ജനങ്ങൾ മനസ്സിലാക്കിയുള്ളത്. എന്തായാലും ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പഞ്ചായത്ത്. അതിന്റെ കൂടെ വിശദാംശങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. നിതിൻ അംബുജൻ നമ്മളൊപ്പം ചേരുന്നുണ്ട്. നിതിൻ, ഗുഡ് മോർണിംഗ് എന്ന് പറയണമെന്നുണ്ട്, പക്ഷെ നമ്മളിപ്പോൾ നിൽക്കുന്ന സാഹചര്യം അങ്ങനെയല്ല. അപ്പോൾ ഇന്നിപ്പോൾ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ ഏതൊക്കെ മേഖലയിലാണ് ഈ ഹർത്താൽ ഉണ്ടാവുക, എന്താണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം? പ്രവിത, കഴിഞ്ഞ ദിവസം നമുക്കറിയാം വലിയ പ്രതിഷേധമാണ്, മണിക്കൂറിൽ നീണ്ട പ്രതിഷേധമാണ് ഇവിടെ അരങ്ങേറിയത്. കുട്ടമ്പുഴ പഞ്ചായത്തിലാണ് ഇപ്പോൾ ആളുകളെല്ലാം തന്നെ വലിയ പ്രതിഷേധവുമായി ഇന്നിപ്പോൾ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും രാവിലെ മുതൽ തന്നെ ഹർത്താൽ അതിൻ്റെ ആരംഭിച്ചിട്ടുണ്ട്. വൈകിട്ട് 3 മണിക്ക് കോതമംഗലത്ത് ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കാൻ ഇപ്പോൾ ജനകീയ സമിതി തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ നാളുകളായി ഇവർ വലിയ പ്രതിഷേധത്തിലൂടെ, വലിയ ആശങ്കയിലൂടെയാണ് കടന്നു പോകുന്നത്. ദിവസവും ഇത്തരത്തിൽ കാട്ടാനയുടെ ഒരു ആശങ്ക ഇവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഇപ്പോൾ വന്നപ്പോൾ തന്നെ ഇവിടുത്തെ ആളുകൾ സംസാരിച്ചപ്പോൾ അവർ പങ്കുവച്ചൊരു ആശങ്ക തന്നെയാണ്. കാരണം ഏത് നിമിഷവും കാട്ടാന ഇറങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ നിൽക്കുന്ന ഈ കുട്ടമ്പുഴ പഞ്ചായത്തും മാമലക്കണ്ടത്തിലേക്കുള്ള റോഡിലേക്ക് പോകുമ്പോൾ ഒരു വനാതിർത്തിയാണ്. അവിടെ ഫെൻസിംഗ് അടക്കം വേണം. ഇവിടുന്ന് വളരെ അടുത്താണ്, ഈ വഴി കയറി പോകണം തോന്നുന്നു അല്ലേ? അതെ അതെ അതെ, ഈ വഴിയാണ് മാമലക്കണ്ടത്തിലേക്ക് പോകുക. അപ്പോൾ ഒരു വനാതിർത്തിയുള്ള മേഖലയിൽ ഫെൻസിങ് വേണമെന്നൊരാവശ്യം നാളുകളായി ഉന്നയിക്കുന്നുണ്ട്. അതൊന്നും നടപ്പാകുന്നില്ല. ഇവിടെ അധിക ദൂരമല്ല കഴിഞ്ഞ ദിവസം മറ്റൊരു പെൺകുട്ടി കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അങ്ങനെ ഒരു വലിയ ആശങ്കയിലൂടെ കടന്നു പോകുന്നൊരു ആളുകളാണ്. അതുകൊണ്ട് വലിയ പ്രതിഷേധം ഈ എൽദോസിന്റെ മരണത്തെ തുടർന്ന് ഇവിടെ ഇന്നലെ ഉണ്ടായി. ഏതാണ്ട് 6 മണിക്കൂർ നീണ്ട ഒരു പ്രതിഷേധം അടക്കം അരങ്ങേറി. അതിനുശേഷം ഇപ്പോൾ ഹർത്താൽ എന്തായാലും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കുട്ടമ്പുഴ പഞ്ചായത്തിൽ മാത്രമാണ് നിലവിൽ ഇപ്പോൾ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ. അതോടൊപ്പം തന്നെ പ്രതിഷേധം കോതമംഗലം അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇന്ന് വൈകിട്ട് 3 മണിക്ക് നടക്കും. അത് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തിയായ ശേഷമാണ് പ്രതിഷേധം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എന്തായാലും പോകാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം സംസ്കാര ചടങ്ങുകളെ കുറിച്ചൊക്കെ ഇപ്പോൾ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? മനസ്സിലാക്കുന്ന പ്രകാരം വൈകിട്ട് 3 മണിക്ക് ശേഷമാണ് ഈ സംസ്കാര ചടങ്ങുകൾ എന്നാണ്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികളെല്ലാം തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഇപ്പോൾ നടക്കുന്നതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലഭ്യമായ വിവരം. അതിനുശേഷം മാത്രമേ സംസ്കാര ചടങ്ങുകൾ, അത് ഏതാണ്ട് ഒരു 3 മണിക്കൂർ നടക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കുട്ടമ്പുഴ ടൗണിലാണ്. നമുക്കിവിടെ ഈ ടൗണിലൊക്കെ നമുക്ക് അത്യാവശ്യം കുറച്ച് ആൾക്കാർ ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് ഇവരുടെ പ്രതികരണം കൂടെ തേടാം. ചേട്ടാ നമസ്കാരം. ഈ കാട്ടാന ആക്രമണം അത് ഇവിടെ ഈ പ്രദേശത്ത് നിരന്തരമായി സംഭവിക്കുന്നത് ഏതൊക്കെ മേഖലകളിലാണ്, ഏതൊക്കെ പ്രദേശത്താണ് കൂടുതലായിട്ട് അങ്ങനെ ഈ ആനകൾ ഇറങ്ങി വരുന്നത്? കൂടുതൽ ഇറങ്ങി വരുന്ന ഇവിടെ തന്നെ വരും, ഈ പുഴയിൽ വരും. കുട്ടമ്പുഴ ടൗണിലെന്ന് വെച്ചാൽ ഈ പുഴയുടെ ഇറമ്പിൽ ഇവിടെ വരെ വന്നിട്ടുണ്ട്. ഈ ഇറമ്പിലൊക്കെ ഇറങ്ങി വരും. പിന്നെ ഈ ഷട്ടറിൻ്റെ അവിടെ വരും. പിന്നെ ഇവിടെ സ്ഥിരമായിട്ട് കുളിക്കാനായിട്ട് ആന ഇറങ്ങി വരുന്നത്. ഈ അപകടം ഉണ്ടായ സ്ഥലമുണ്ടല്ലോ, കിണാച്ചേരി, അവിടേക്ക് ഈ പറയുന്ന പോലെ വിളക്കുകളില്ല, വൈദ്യുത വിളക്കുകളില്ല എന്നൊക്കെയുള്ള പരാതികളൊക്കെ മുമ്പേ പറയുന്നതാണ്. അതെ, മുമ്പേ പറയുന്നത്. അത് ഈ അമ്പലത്തിലോട്ട് പോകുന്ന അമ്പലം ഉണ്ട് അവിടെ ഒരു നാച്ചേരി. ആ അമ്പലത്തിൻ്റെ ആ ഭാഗത്ത് വെച്ചാണ് ഈ സംഭവം നടന്നേക്കുന്നത്. അപ്പോൾ അതാണ്, ഇവിടെ വഴിവിളക്കുകളില്ല എന്നുള്ളത് വലിയൊരു ആക്ഷേപമാണ്. കാരണം ഇത്രയധികം കാട് പിടിച്ച ഒരു സ്ഥലമാണ്, പ്രത്യേകിച്ച് വനാതിർത്തിയാണ്. അവിടെ വഴിവിളക്കുകളില്ല എന്ന് പറയുന്നത് ആളുകളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ച് വന്യമൃഗശല്യം ഇങ്ങനെ ഇത്രത്തോളം ഉള്ള ഒരു പ്രദേശമായതുകൊണ്ടാണ് അതവർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഇവിടെ കുറച്ചുകൂടി നാട്ടുകാരുണ്ട്, നമുക്ക് അവരോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. ഈ അപകടം ഉണ്ടായത് അതിപ്പോ ഒരു ഞെട്ടലോടെയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇത് നിരന്തരമായി ഉണ്ടാവുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇതുപോലെ സമാനമായ രീതിയിൽ കാട്ടാന ആക്രമണത്തിൽ ആൾ കൊല്ലപ്പെടുന്നു. അന്ന് മുതൽ ഇവിടുത്തെ നാട്ടുകാർ പറയുന്നുണ്ട് ഈ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്നുള്ളത്. അപ്പോൾ എന്താണ് അതിന് ഇത്ര കാലം നീണ്ടു പോയിട്ടും ഒരു നടപടിയും എടുക്കാതിരുന്നത്? അത് തന്നെ അവരിതൊന്നും ഒന്നും സഹകരിക്കാനുള്ള, ഇതിപ്പോൾ അവർ കണ്ടില്ലാത്ത കാര്യമാണ് ഇതിന്റെ പോക്ക്. ഇതുവരെ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥ ഇന്നലെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ എല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. കൃത്യമായില്ല. ഇപ്പൊ ഈ തട്ടേക്കാട് പോലും ഇങ്ങോട്ട് വന്നാൽ പേടിച്ചാ പറഞ്ഞത്. ഞാനും കോതമംഗലത്ത് കട നടത്തുന്ന ആളാ. അവിടെ ലൈറ്റ് ഇല്ലാത്തതാണോ പ്രശ്നം? വെട്ടമില്ല, പിന്നെ ആന തടസ്സങ്ങളൊന്നുമില്ല. അത് നിങ്ങൾക്ക് നേരിട്ട് വരാവുന്ന രീതിയിലാണ് കിടക്കുന്നത്. MLA ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയതല്ലേ? അതൊക്കെ ഇവിടുന്ന് എല്ലാ ഇതും കഴിഞ്ഞിരിക്കണ, പക്ഷെ ഒരു പ്രയോജനവും ഇല്ല. അതാണ് അതിന്റെ. ഒരാളുടെ ജീവൻ കൂടി പോകുമ്പോഴാണ് എല്ലാവരും വരുന്നപ്പോ ഹർത്താൽ. ഞാൻ ബസ് കയറാൻ വന്ന ആളാ പണിക്ക് പോകാനായിട്ട്. ഇപ്പൊ ഇവിടെ വന്നപ്പോഴാണ് വണ്ടിയില്ലാന്ന്. ഇനിയിപ്പോ വീട്ടിലേക്ക് പോകാല്ല. ചേട്ടന്റെ വീട് എവിടെയാണ്? എന്റെ വീട് ഇവിടെ അടുത്ത് ആനക്കയം ആണല്ലേ. ഇവിടെ ഈ ടൗണിലൊക്കെ ആന ഇറങ്ങാറുണ്ടോ? ഇങ്ങോട്ട് സിറ്റിയിലോട്ടും വരാറില്ല. പക്ഷേ ഈ മോളിൽ വരുന്നുണ്ട്. ഇവിടെ ഒരു ബിമല സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളുണ്ട് ഇവിടെ. അവിടെയൊക്കെ വരുന്നുണ്ട് ആന. കൂട്ടത്തോടെയാണ് സ്ഥലത്തും ഉണ്ട്. പിന്നെ ഈ പുഴയുടെ അപ്പുറയൊക്കെ എപ്പോഴും വരുന്നുണ്ട് ആന. അതൊന്നും തടയാനുള്ളൊരു കൂട്ടത്തോടെയാണ് എല്ലാ സാധനവും വരുന്നുണ്ട്. എല്ലാ സാധനവും വരുന്നുണ്ട്. മാത്രമല്ല ആന എല്ലാ സാധനവും. ചേട്ടൻ ഈ നാട്ടുകാരനാണല്ലോ. പണ്ടൊക്കെ ഇത്രയധികം കോതമംഗലത്തുള്ള എന്റെ വൈഫിന്റെ വീടാണ് ഇവിടെ.
എന്നാലും എനിക്ക് ഒരു 10-30 കൊല്ലമായിട്ട് ഇവിടെ അതാണ്. അപ്പം ഇവിടെ ഇങ്ങനെ മുൻപും ആക്രമണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ? വന്യജീവി ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇത്ര കാര്യമൊന്നുമായി ആൾക്കാരുടെ മേത്തേക്കൊന്നും കയറാറില്ല അല്ലേ? എല്ലാ മൃഗങ്ങളും ഉണ്ട്, എല്ലാ മൃഗങ്ങളും ഉണ്ട് അവിടെ, എല്ലാ മൃഗങ്ങളും ഉണ്ട്. അപ്പോൾ അത് തന്നെയാണ് ആ രീതിയിൽ ആനകൾ മാത്രമല്ല വന്യജീവികൾ ഒന്നടങ്കം നാട്ടിലേക്ക് വരുന്ന സ്ഥിതി. ഇതൊക്കെ അധികൃതർക്ക് അറിയാം, കഴിഞ്ഞ എത്രയോ കാലങ്ങളായി സംഭവിക്കുന്നതാണെന്ന് പറയുന്നു. അപ്പോഴൊരു നടപടിയും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്.